അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കെ.എം. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മുൻപ് തന്നെ വിജിലൻസിന്റെയൊക്കെ കണ്ടെത്തലുണ്ടായിരുന്നു. അധികമായി അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചുവെന്ന്. ഇപ്പോൾ ഇഡിയുടെ നടപടിയുടെ വിവരങ്ങൾ എന്തൊക്കെ? അസിത, ഈ വിജിലൻസിന്റെ കുറ്റപത്രത്തെ ആധാരമാക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം കേസ് അതിനെ തുടർന്നുള്ള അന്വേഷണം ഇഡി നിർവഹിച്ചത്. ഈ വിജിലൻസിന്റെ കുറ്റപത്രത്തിൽ 49% അനധികൃതമായി കെ ബാബു സ്വത്ത് സമ്പാദിച്ചു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കെ ബാബുവിനെ 2 വർഷം മുമ്പ്, അതായത് 2020 കെ ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇഡി വിശദമായ അന്വേഷണം നടത്തി. ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇഡിയുടെയും കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് കെ ബാബുവിന്റെ 28.82 ലക്ഷം രൂപ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വത്തുക്കൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുകയാണ്. 2001 മുതൽ 2016 വരെയുള്ള കാലത്തെ കെ ബാബുവിന്റെ വരുമാനം സംബന്ധിച്ച, സ്രോതസ് സംബന്ധിച്ച കാര്യങ്ങളാണ് വിജിലൻസ് നേരത്തെ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിലാണ് കെ ബാബു ഇക്കാലയളവിൽ സമ്പാദിച്ചതിൽ ഏതാണ്ട് 45% കൂടുതൽ അനധികൃതമായാണ് സമ്പാദിച്ചത് എന്ന് വിജിലൻസ് കണ്ടെത്തുകയും അങ്ങനെ 2018 മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ആ കുറ്റപത്രം അന്ന് കോടതി സ്വീകരിക്കുകയും ചെയ്തു. അന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് 2 വർഷം മുമ്പ് കെ ബാബുവിനെ ചോദ്യം ചെയ്തത്. ഈ വിജിലൻസിന്റെ കണ്ടെത്തലിൽ 2007 ജൂലൈ 1 സമയത്തൊക്കെ ബാബുവിന്റെ പേരിൽ 1.43 ലക്ഷം രൂപയും 63 ഭവനും 16 സെന്റ് ഭൂമിയും കെട്ടിടവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് 2016 ഏതാണ്ട് 10 വർഷത്തോടടുക്കുമ്പോൾ 29.68 ലക്ഷം രൂപയും 25 ഭവനും 16 സെന്റ് ഭൂമിയും ആയി മാറി എന്നൊക്കെയാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ഇപ്പോൾ 28.82 ലക്ഷം രൂപ കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നത്. ഉമേഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇഡി ഈ സ്വത്ത് മരവിപ്പിക്കലിലേക്ക് കടക്കുന്നു. ഇനി ഇഡിയുടെ മറ്റ് നടപടിക്രമങ്ങൾ അത് ഏത് നിലയിലാകും മുന്നോട്ട് പോകുക? വളരെ മുൻപാണല്ലോ കെ ബാബുവിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നത്. സ്വാഭാവികമായും കെ ബാബുവിനെ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത്, ഈ സമയത്ത് ഈ വിജിലൻസിന്റെ കണ്ടെത്തലും മറ്റുമൊക്കെ വന്ന സമയത്ത് കെ ബാബു വിശദീകരിച്ചത് തനിക്ക് താൻ മന്ത്രിയും MLA ഒക്കെ ആയിരുന്നു. ആ സമയത്ത് യാത്രാപ്പടി ഇനത്തിലൊക്കെ തനിക്ക് തുക ലഭിച്ചിരുന്നു. അത് വിജിലൻസ് കണക്ക് കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യത്യാസം വന്നത്. അതുകൂടി പരിശോധിച്ചാൽ അത് ഒത്തുപോകുന്നതേ ഉള്ളൂ. തനിക്ക് വരുമാനം സംബന്ധിച്ച സ്രോതസ് കൃത്യമായി വെളിപ്പെടുത്താൻ കഴിയുമെന്നൊക്കെയായിരുന്നു കെ ബാബുവിന്റെ അവകാശവാദം. എന്നാൽ വിജിലൻസ് കണ്ടെത്തലിൽ ഉറച്ചു നിന്നു. കെ ബാബു അനധികൃതമായി തന്നെയാണ് സ്വത്ത് സമ്പാദിച്ചിരുന്നത് എന്നതിനാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇഡിയും ആ തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ 28.82 ലക്ഷം രൂപ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇനി കെ ബാബുവിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കെ ബാബുവിന്റെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ചിട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി ഉമേഷ്, അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് കെ ബാബുവിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ.എം. ഉമേഷ്.